നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ എന്നും കുമ്പളങ്ങ നിങ്ങൾ വിചാരിക്കും, ശരിയാണ് കേട്ടോ. കുമ്പളങ്ങ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വയ്ക്കണത് കുമ്പളങ്ങ കൊണ്ട് ഒരു സ്പെഷ്യൽ കൂട്ടാനാണ്. മത്തങ്ങയും പയറും കൂട്ടാൻ വയ്ക്കാറില്ലേ, അതേപോലെ തന്നെ ഇന്ന് ഞാൻ വയ്ക്കുന്നത് കുമ്പളങ്ങയും പയറും കൂടിയിട്ടാണ് കൂട്ടാൻ വയ്ക്കണത് കേട്ടോ. നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ് അത്. അടിപൊളി. ഇത് ഞാൻ ഇവിടെ വയ്ക്കാറില്ല ആദ്യം ഈ കറി, പക്ഷേ ഇത് അമ്മ വന്നപ്പോഴേ അമ്മയാണ് ഇത് ആദ്യമായിട്ട് ഇവിടെ വെച്ചത്. അപ്പം നമുക്ക് വയ്ക്കാൻ നോക്കാം കേട്ടോ. പയർ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു കുതിരാനായിട്ട്. കുതിർന്ന് കഴിഞ്ഞാൽ വേഗം വേവും കേട്ടോ. അപ്പോൾ കഴുകി കുക്കറിലിട്ടു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതാ കണ്ടു, ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പയറടുപ്പത്ത് വെച്ചു. അതിൻ്റെ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങ നുറുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള കുമ്പളങ്ങയാണ്, നല്ലോണം കാമ്പുണ്ട് ഇതിന്. ഇഷ്ടം പോലെ കഷ്ണം ഉണ്ടായിരിക്കും ഒരു പീസ് നുറുക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സാധാരണ പോലെ നുറുക്കാം. പക്ഷേ ഇത് വലിയ കഷ്ണമായതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വീതി കുറച്ചതിന് ശേഷമാണ് വീണ്ടും വീണ്ടും കഷ്ണാക്കണത് കേട്ടോ. അത്രയും വലിയ നല്ല കുമ്പളങ്ങയാണെന്നർത്ഥം. അപ്പം നമുക്ക് ആവശ്യമുള്ള കഷ്ണം ഞാൻ നുറുക്കിയെടുത്തു കേട്ടോ. ഈ ഒരു പീസ് ബാക്കി ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കുക്കറിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. തുറക്കാം. പയർ വെന്തോന്ന് നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ടാവും, കുതിർന്നതല്ലേ, നന്നായിട്ട് വേവും. ഇതാ കണ്ടോ, നോക്കൂ, ഇതാ ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. പയറിൽ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ടു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. ഉപ്പ് ആവശ്യത്തിൻ്റെ ഉപ്പിട്ടു, കല്ലുപ്പാട്ടത്. ഒന്ന് ഇളക്കാം. ആവശ്യത്തിന് വെള്ളം കുറച്ചൊഴിച്ചു. ഇനി അടച്ചിട്ട് 2 വിസിലും കൂടി വരുത്താം. കുമ്പളങ്ങ വേവണ്ടേ. അടച്ചു. ഞാൻ അതിൻ്റെ വെയിറ്റ് ഊരി വെച്ചേക്കാട്ടോ. എന്നോട് 1-2 പ്രാവശ്യം ഓരോരുത്തർ പറഞ്ഞു, വെയിറ്റ് ഇട്ട് വയ്ക്കല്ലേ ടീച്ചറെ, പ്രഷർ വന്നതിന് ശേഷം വെയിറ്റ് ഇട്ടാൽ മതിയെന്ന്. അതുപോലെ ചെയ്തിരിക്കാട്ടോ ഞാൻ. 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരം അതിലേക്ക് അരച്ച് വയ്ക്കണം. നാളികേരം ഇട്ടു. അതിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ടു. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ വെള്ളമില്ലാണ്ടൊന്ന് അരയ്ക്കാം. ഒട്ടും വെള്ളമില്ലാണ്ട് അരച്ചു. ഒന്ന് അരഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരയ്ക്കാം. വെള്ളം വേണമല്ലോ, കറിയില്ലേ. അരച്ചെടുത്തു. ഇതാ ഇത്രയും വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ നോക്കൂ, കുമ്പളങ്ങയും വെന്തിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ. പയറും കുമ്പളങ്ങയും കൂടിയിട്ട് ഒന്നിങ്ങനെ ഉടച്ച് ചേർക്കുമ്പോൾ നല്ല ഒരു മയം വരും. പതുക്കെ ഒന്ന് ഉടച്ചാൽ മതി. ഇനി അതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന നാളികേരം, ജീരകം കൂട്ടി അരച്ച നാളികേരം അതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ വെള്ളം ചേർത്തിട്ടാണ് നാളികേരം അരച്ചേക്കേണ്ടത് കേട്ടോ. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഈ പാത്രം ഒന്ന് കഴുകി ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം കൂട്ടിയിട്ടല്ലേ നാളികേരം അരച്ചിരിക്കണത്, അതുകൊണ്ട് ബെസ്റ്റായിട്ടൊന്ന് തിളയ്ക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഇതാ ഒഴിച്ചു. ഉപ്പൊക്കെ ഉണ്ട് നോക്കിയിട്ടോ ഞാൻ. ഇതിൽ കുറച്ച് കറിവേപ്പില ഊരിയിടാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഈ അടുപ്പത്ത് നമുക്ക് അത് വറുത്തിടാനുള്ള പാൻ വയ്ക്കാം. മറ്റേ അടുപ്പത്ത് അത് തിളയ്ക്കും. നമുക്കിവിടെ
വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. തിള വന്നു തുടങ്ങി കേട്ടോ, കണ്ടോ, ബെസ്റ്റായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ ചൂടാവുകയും ചെയ്തു. അതിലേക്ക് കടുകിടാം. കടുകിട്ടു, 1 ടീസ്പൂൺ കടുകിട്ടു. ഒന്ന് അടച്ച് വയ്ക്കാം, കടുക് പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാനായിട്ട്. ഇനി വറ്റൽമുളക് പൊട്ടിച്ചിടാം. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇതള കറിവേപ്പിലയും ഊരിയിടാം. ഞാൻ ഓഫാക്കി തീ കേട്ടോ. നന്നായിട്ടൊന്ന് ഇത് ഇളക്കിയിട്ട് അതിലേക്ക് വയ്ക്കും. ഗാർണിഷ്ഡ് നല്ല വാസനയൊക്കെ വന്നു കേട്ടോ. പണി കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ പണി. സൂപ്പർ കൂട്ടാനാട്ടോ. ഓഫാക്കാം. ഒന്ന് ഇളക്കട്ടെ, കണ്ടോ, അടിപൊളിയല്ലേ? അടച്ചു വയ്ക്കാം പാത്രഭാഗം. ജയശ്രീയ നോക്കല്ലേ, അടിപൊളി കൂട്ടാണ് കേട്ടോ ജയശ്രീ. ചൂട് സൂപ്പർ സൂപ്പറല്ലേ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടാക്കിയിട്ടില്ല? നമ്മളിങ്ങനെ അമ്മുണ്ടാക്കിയതാ, അമ്മുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അടിപൊളി കൂട്ടാണ് കേട്ടോ. കുമ്പളങ്ങയും പയറും അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ എളുപ്പമാണ്. നമ്മളൊരു കുമ്പളങ്ങ കൊണ്ട് അനദർ വൺ അല്ലേ? സൂപ്പർ സൂപ്പറാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം വെച്ചു നമ്മൾ, അത് വിട്ട് വേറെ തരത്തിലിത് അടിപൊളിയാണ്. വെച്ച് നോക്കൂ കേട്ടോ.